നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിർബന്ധിത തൊഴിലോ അടിമവേലയോ ഇല്ലെന്ന മനുഷ്യാവകാശ കമ്മീഷൻ. തന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റെന്ന നേപ്പാൾ അംബാസഡർ. വാർത്ത രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഖത്തറിലെ നേപ്പാൾ അംബാസഡർ ഡോക്ടർ മായാകുമാരി ശർമ്മ. അനധികൃതമായി ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുവരാൻ രജിസ്ട്രേഷൻ നടത്തിയ 13 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. ഉടമകൾ കസ്റ്റഡിയിൽ. ഒമാനിൽ സ്കൂൾ അധ്യാപകർ സമരം തുടങ്ങി. 740 സ്കൂളുകളിൽ അധ്യയനം മുടങ്ങി. സമരം കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സമരക്കാരുടെ ട്വീറ്റ്. ഭീകരപ്രവർത്തനത്തിന് കശ്മീരിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിൽ തടിയന്റെ വിട നസീർ അടക്കം 13 പേർ കുറ്റക്കാരെന്ന NIA പ്രത്യേക കോടതി. ശിക്ഷ വെള്ളിയാഴ്ച. 5 പേരെ വെറുതെ വിട്ടു. അമേരിക്ക സാമ്പത്തിക സ്തംഭനത്തിലേക്ക്. പുതുക്കിയ ബജറ്റ് സെനറ്റിൽ പാസാക്കാനായില്ല. സർക്കാർ സംവിധാനങ്ങൾ അടച്ചിടാൻ വൈറ്റ് ഹൌസിന്റെ ഉത്തരവ്. സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധിത ശമ്പളരഹിത അവധി. വിശദമായ വാർത്തയിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര സംഗീത ദിനം. ജനങ്ങൾക്കിടയിൽ സൗഹൃദവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതിൽ സംഗീതത്തിന്റെ സ്ഥാനം യുനെസ്കോ തിരിച്ചറിഞ്ഞത് 1975-ലാണ്. എന്നാൽ അതിനു മുമ്പേ സംഗീതം കൊണ്ട് നൊമ്പരങ്ങൾക്ക് അവധി നൽകാൻ പഠിച്ചവരാണ് ഗൾഫിലെ പ്രവാസികൾ. നാളികേരത്തിന്റെ നാട് വിട്ട മലയാളിയുടെ നോവും നൊമ്പരവുമാണ് ഈ ഗാനം. വിരഹത്തിന്റെ കനലടങ്ങാത്ത പ്രവാസ ലോകത്ത് പാട്ടുകളാണ് ഗൾഫുകാരന്റെ കൂട്ടുകാർ. അതുകൊണ്ടായിരിക്കാം നാട്ടിലേക്കുള്ള മടക്കയാത്രയിലെല്ലാം ഒരു പാട്ടുപെട്ടി കയ്യിൽ കരുതാൻ നമ്മുടെ മുൻഗാമികൾ മറക്കാതിരുന്നത്. കാസറ്റുകൾ USB-യിലേക്കും പാട്ടുപെട്ടികൾ ചെവിയിൽ തിരുകുന്ന ഹെഡ്ഫോണിലേക്കും രൂപാന്തരം പ്രാപിച്ചു. എങ്കിലും സംഗീതത്തോടുള്ള പ്രവാസിയുടെ പ്രണയം കൈവശം വന്നിട്ടില്ല. ഇടതടവില്ലാതെ ഗാനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന റേഡിയോ ഇന്ന് ഏറ്റവും ജനകീയമായി നിലനിൽക്കുന്നത് ഗൾഫിലാണ്. അറിയപ്പെടുന്ന ഒട്ടുമിക്ക ഗായകർക്കും ഗൾഫിൽ നിരന്തരം വേദികളുണ്ട്. വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഗൾഫ് എന്നതിനാൽ സംഗീതത്തിനും ഇവിടെ വേലിക്കെട്ടുകളില്ല. മലയാളം, ഹിന്ദി, തമിഴ് സിനിമാ ഗാനങ്ങളും മാപ്പിളപ്പാട്ടും ആസ്വദിക്കുന്ന അതേ ആവേശത്തോടെ അറബ് സംഗീതവും പാശ്ചാത്യ സംഗീതവും ഗൾഫ് മലയാളികൾ നെഞ്ചിലേറ്റുന്നു. കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ ഗൾഫ് കുടുംബങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ ഇന്ന് നാട്ടിൽ കാണാനാവില്ല. നാട്ടിലെ സാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മത്സരങ്ങൾക്ക് പോകാൻ വേണ്ടി പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുറേയധികം തരം താഴ്ന്നിരിക്കുന്നവരെ തോന്നുന്നുണ്ട്. വളരെ ടാലൻ്റഡായിട്ടുള്ള കുട്ടികൾ നമുക്കുണ്ടെങ്കിലും അത് ചിട്ടയായിട്ട് അഭ്യസിക്കുന്നതിനും ഒക്കെ വളരെയധികം പിന്നാക്കം പോകുന്നു. അവർക്കൊരു TV ചാനൽ അതുപോലെ എന്തെങ്കിലും ഒരു പരിപാടികൾക്ക് പോകുന്നതിന് വേണ്ടി മാത്രം അഭ്യസിക്കുന്ന രീതിയിലേക്ക് തരം താഴ്ന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എന്നാൽ ഇവിടെ അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ വളരെയധികം സാധ്യതകൾ കുറവാണ്. ഇപ്പോൾ പരിപാടികൾക്കൊക്കെ പോകുന്നതിനൊക്കെയുള്ള സാധ്യതകൾ കുറവാണെങ്കിലും ചിട്ടയായിട്ട് അവർക്ക് സമയമുണ്ട്. ഇത് വന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വളരെയധികം ഉത്സാഹം കാണിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഗൾഫിൽ വളർന്ന് മലയാള സംഗീതരംഗം കീഴടക്കുന്ന യുവഗായകരുടെ നിര അന്താരാഷ്ട്ര സംഗീത ദിനത്തിൽ പ്രവാസിയുടെ താളലയ ബോധത്തിന് അടിവരയിടുന്നു. മസ്കത്തിൽ പഠിച്ച മഞ്ജരി, ബഹ്റൈനിൽ വളർന്ന ജ്യോത്സന, ദുബൈയിൽ നിന്നുള്ള അഭിരാമി, റിയാദിൽ നിന്ന് വന്ന് അന്താരാഷ്ട്ര വേദികളിലേക്ക് കുതിക്കുന്ന ഹിഷാം അബ്ദുൽ വഹാബ്, അറബ് സംഗീത രംഗം കീഴടക്കുന്ന ദോഹയിലെ നാദിർ അബ്ദുസലാം. ഈ പട്ടിക നീളുകയാണ് നാൾക്കുനാൾ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. ജനങ്ങൾക്കിടയിൽ സൗഹൃദവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതിൽ സംഗീതത്തിന്റെ സ്ഥാനം യുനെസ്കോ തിരിച്ചറിയുന്നതിന് എത്രയോ മുമ്പ് തന്നെ പാട്ടുകളെയും സംഗീതത്തെയും നെഞ്ചേറ്റിയവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ. പ്രവാസികളുടെ സംഗീതത്തോടുള്ള സ്നേഹവും പ്രണയവുമാണ് ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു പാട്ടുകാരിയും റേഡിയോ ജോക്കിയുമായ സ്വരലയ ദുബായ് സ്റ്റുഡിയോയിൽ, ഒപ്പം സംഗീതജ്ഞനായ സോമേശ്വരൻ ദമാം സ്റ്റുഡിയോയിൽ, 40 വർഷമായി മാപ്പിളപ്പാട്ട് രംഗത്ത് തുടരുന്ന ബാപ്പു വെള്ളിപ്പറമ്പ്, അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ഗായികയായ അഭിരാമിയെയും സംഗീത സംവിധായകൻ ആലപ്പി സുരേഷിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സോമേശ്വരിലേക്ക്. ശ്രീ സോമേശ്വരൻ, പ്രവാസിയുടെ നൊമ്പരങ്ങൾക്ക് അറുതി വരുത്താൻ എത്ര കണ്ട് സാധിക്കുന്നു സംഗീതത്തിന്? ശ്രീ സോമേശ്വരൻ, ഉപജീവനം തേടി നാടുവിട്ടവരാണ് പ്രവാസികൾ. ഒട്ടനവധി നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവർ. അവരുടെ ആ നൊമ്പരങ്ങൾക്ക് അറുതി വരുത്താൻ എത്ര കണ്ട് സാധിക്കുന്നു സംഗീതത്തിന്? ഒരു പരിധി വരെ സംഗീതത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും കണ്ടെത്തുന്നത്. കാരണം നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ നാട്ടിൽ കാണുന്ന ഓരോ കാര്യങ്ങളും അന്ന് കാലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ പാട്ടിലൂടെ ആയിരുന്നു ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ നമുക്ക് മീഡിയാസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇല്ലാതിരുന്നിരുന്ന ഒരു കാലഘട്ടത്തില്
സംഗീതത്തിലൂടെ എല്ലാവിധ വികാരങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അയവിറക്കി മുൻകാലങ്ങളിൽ നമ്മൾ അവിടെ അനുഭവിച്ച എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും വേദനകളും ഇതെല്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അനുഭവിച്ചറിയുന്ന ഒരു ഗൃഹാതുരത്വത്തിന്റെ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ് സംഗീതം. അത് ഒരല്പം ഹിന്ദുസ്ഥാനി സംഗീതത്തിലൂടെയാണെങ്കിൽ ഗൾഫിലുള്ള പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മൾക്ക് കുറേ കൂടി ഒരു അറ്റാച്ച്മെന്റ് വരാറുണ്ട്. താങ്കൾ എങ്ങനെയാണ് സംഗീത രംഗത്തേക്ക് കടന്നു വന്നത്? ഏത് മണ്ണാണ്, ഒരുപക്ഷെ ഇവിടെ നിന്നാണോ അതോ പ്രവാസ ലോകത്ത് നിന്നാണോ സംഗീതത്തിലേക്ക് കൂടുതൽ കടന്നു വരാൻ താങ്കളെ സഹായിച്ചത്? അല്ല, ഞാൻ സംഗീത ലോകത്ത് വന്ന് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. കാരണം ഞാൻ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിലാണ് ജനിച്ചത്. ഒരു 10-28 വർഷം മുൻപ് തൃശ്ശൂരിൽ സ്കൂൾ തലത്തിലും മറ്റുള്ള വേദികളിലുമെല്ലാം അങ്ങനെ പാടി വളർന്നു വന്നതാണ്. പിന്നെ നിരവധി വേദികളിൽ പാടി, തൃശ്ശൂരിലുള്ള പ്രശസ്തമായ ട്രൂപ്പുകളിലും ഇതെല്ലാം പാടി, പ്രൊഫഷണൽ സിംഗർ എന്നുള്ള രീതിയിൽ പാടി തെളിഞ്ഞ് പിന്നെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് വരുന്ന സമയത്ത് നമ്മൾ വഴിമാറിപ്പോയാണ് പ്രവാസി എന്ന ഒരു ലേബിള് തിരഞ്ഞെടുത്ത് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന ശേഷം തീർച്ചയായിട്ടും സംഗീതം തന്നെ നമുക്ക് കൈവിടാതെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിലൂടെ നമ്മൾ പഠിച്ച പാഠങ്ങളും നമ്മൾ അനുഭവിച്ച അതിന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും, കാരണം ഒരുപാട് ആരാധകരെ നമുക്ക് കിട്ടും. അതിലൂടെ മാത്രമല്ല, സംഗീതം എന്ന് പറയുന്ന ഒരു വിഷയം ഒരു ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഒരേ ഒരു അംശമാണ്. അത് സാമ്പത്തികമായിട്ട് ആർക്കും എത്രയും മുന്നോട്ട് പോകാം, ഏത് തരത്തിൽ പരിശ്രമിച്ചാലും നമുക്ക് സാമ്പത്തികം ഉണ്ടാകാം. പക്ഷെ സംഗീതം എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന പോലെയാണ്. ഇപ്പം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു ബി പോസിറ്റീവ്, ഒരു എ പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൽ തീർന്നു. എത്ര പൈസ ഉണ്ടായാലും പൈസ കുറഞ്ഞാലും നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ് മാറ്റാൻ കഴിഞ്ഞോളുന്നില്ലല്ലോ. അതുപോലെയാണ് സംഗീതം അല്ലെങ്കിൽ ഏത് തരം കലകളാണെങ്കിലും ആ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹം തന്നെയാണ്. തീർച്ചയായും സോമേശ്വരൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ബാപ്പു വെള്ളിപ്പറമ്പിലേക്ക്. ശ്രീ ബാപ്പു വെള്ളിപ്പറമ്പ്, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഗാനരചയിതാക്കൾക്കും അവരുടെ വിഷമങ്ങളും അവരുടെ പ്രതിസന്ധികളും ഒക്കെ വിഷയമാവാറുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും സംഗീതം ഏറെ പ്രിയപ്പെട്ടതാണ്. ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ പ്രവാസികളുടെ സ്വപ്നങ്ങളും പ്രവാസികളുടെ ദുഃഖങ്ങളും ഒക്കെ താങ്കളെ എങ്ങനെയാണ് ഗാനരചനയിൽ സഹായിച്ചിട്ടുള്ളത്? 1977 ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് എസ് എ ജമീൽ ദുബായ് കത്ത് പാട്ട് എന്നുള്ള പാട്ടുകൾ ആദ്യമായി രചിക്കുന്നത്. അത് അന്നത്തെ ഗൾഫ് മലയാളികൾ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ച അനുഭവം വരെ ആ പാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത്രയധികം പരിചയമില്ലാത്ത ഒരു പാട്ടായിരിക്കും. അതിൻ്റെ രണ്ടുപേരും അങ്ങ് മൂളുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കത്തുപാട്ടാണ്. ഇത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിച്ചറിയുവാൻ എന്നുള്ള ആ ഒരു കത്ത് പാട്ട് പ്രവാസികളുടെ അന്നത്തെ ജീവിതം പച്ചയായി പകർത്തിയ ഒരു സംഭവമായിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ച ഭർത്താക്കന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് ധാരാളം പാട്ടുകൾ പിന്നെ കത്തുപാട്ടുകളായും പ്രവാസി ജീവിതങ്ങളുടെ പാട്ടുകളായും ധാരാളം വന്നു. അതിൽ കുറേ പാട്ടുകൾ ഞാനും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ വിരഹത്തിൻ്റെ പാട്ടുകൾ, വേദനയുടെ പാട്ടുകൾ, അവരുടെ സന്തോഷത്തിൻ്റെ പാട്ടുകൾ, അങ്ങനെ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ അവരിൽ നിന്ന് കിട്ടുന്ന ആ സഹകരണം, പ്രവാസ ലോകത്ത് നമ്മൾ പോകുമ്പോൾ, ഞാൻ ഒരുവിധം എല്ലാ ഗൾഫ് നാടുകളിലും ഗാനമേള ട്രൂപ്പുമായി സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്തൊക്കെ അവരിൽ നിന്നുണ്ടാവുന്ന അവരോട് സ്നേഹവും അവരിൽ നിന്നുണ്ടാവുന്ന വാത്സല്യവും അവർ നമ്മൾക്ക് തരുന്ന അംഗീകാരവും വളരെ വലുതാണ്. അത് പാട്ടിലൂടെ തന്നെയാണ് ഇന്നും അവർ സമാധാനം കണ്ടെത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തമാണ് ശ്രീ ബാപ്പു വെള്ളിപ്പറമ്പ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സ്വരലയിലേക്ക്. സ്വരലയ, നിങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ട പാട്ടുകാർക്ക് എങ്ങനെയാണ് പ്രവാസത്തിൻ്റെ മണ്ണ് സംഗീതത്തിൽ വളർന്നു വരാൻ അവസരം നൽകുന്നത്? അരങ്ങേറുന്നു. നാട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഒരുപാട് കലാകാരന്മാര് എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മറ്റ് ഗൾഫ് കൺട്രീസിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിപ്പോ ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അധികം സ്റ്റേജസ് അല്ലെങ്കിൽ നമുക്ക് അധികം ഒരു എക്സ്പോഷർ ലഭിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ സ്റ്റേജസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കഴിവുകളെ
കാണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരുപാട് സ്റ്റേജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്വരലയ, ഒരുപാട് വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഒരുപക്ഷെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഗൃഹാതുരത്വം ഉണർത്തുന്ന പാട്ടുകളാണ് പ്രവാസികൾ ഏറെയും ഇഷ്ടപ്പെടുന്നത്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പാട്ട് പാടുന്ന വേദികളിൽ നാടിനെക്കുറിച്ചുള്ള പാട്ടുകൾ നിർബന്ധിച്ച് പാടിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ പ്രവാസ ലോകത്ത്? തീർച്ചയായിട്ടും. ഇപ്പോ ഒരു റേഡിയോ അവതാരക എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രവാസം അനുഭവിക്കുന്നവരുടെ ഒരു മനസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും ഇപ്പൊ ഞാൻ അവതരിപ്പിക്കുന്നത് നൊസ്റ്റാൾജിയ എന്നൊരു പ്രോഗ്രാമാണ്. അതിൽ തന്നെ ഗൃഹാതുരത്വം ഉണ്ടല്ലോ. അപ്പൊ രാത്രിയുള്ള ഈ പ്രോഗ്രാമില് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരുന്നത് ഒരു 80s പാട്ടുകളാണ്. നമുക്ക് ബാബുരാജിന്റെയും ദേവരാജ മാഷിന്റെയും ഒക്കെ കുറെ പാട്ടുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഇത് കൂടി വെച്ചിട്ടായിരിക്കാം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് 80s പാട്ടുകളാണ്. രവീന്ദ്ര മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും ഒക്കെ പാട്ടുകൾ ഇഷ്ടംപോലെ റിക്വസ്റ്റ് വരുന്നു. അവർക്ക് അങ്ങനെയുള്ള പാട്ടുകൾ മാത്രം കേട്ടാൽ മതി, പുതിയ പാട്ടുകൾ കേൾക്കണ്ട. ഇപ്പൊ ഞാൻ തന്നെ ഒരു റിക്വസ്റ്റ് ഷോ ചെയ്യുന്നുണ്ട് 4 മണിക്ക്. ആ സമയത്തും എനിക്ക് റിക്വസ്റ്റ് വരുന്നത് മുഴുവൻ ഈ 80s പഴയ പാട്ടുകളാണ്. പലതവണ നമ്മളിങ്ങനെ പ്രോഗ്രാംസിന്റെ ഫോർമാറ്റിന്റെ ചേഞ്ച് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴും ആളുകളുടെ റിക്വസ്റ്റ് പരിഗണിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പഴയ പാട്ടുകൾ തന്നെ പ്ലേ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. എപ്പോഴും പ്രവാസിക്ക് അവന്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം. അത് തന്നെയാണ് അവനൊരു. അങ്ങനെ പാടേണ്ടി വന്ന പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും പാടിക്കൂടെ? ഒരു കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ കൂടുതലും പാടിയിട്ടുള്ളത് ജാനകിയമ്മയുടെ പാട്ടുകളാണ്, പഴയ പാട്ടുകളാണ്. അതില് തളിരിട്ട കിനാക്കള് പാടിയിട്ടുണ്ട്. പിന്നെ മിക്കവാറും പ്രവാസികൾക്ക് എന്നും ഒരു വിഷമം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കുറച്ച് സെന്റി സോങ്സ് ആണ് കൂടുതലും റിക്വസ്റ്റ് ചെയ്യുന്നത്. 80s 90s കുറച്ചുകൂടെ വിഷാദ ഗാനങ്ങളാണ് അവർ കുറച്ചുകൂടെ കേൾക്കാൻ പ്രിഫർ ചെയ്യുന്നത്. അതിലിപ്പോ കൂടുതലും ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നില്ലേ. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നില്ലേ. ഇങ്ങനെയുള്ള പാട്ടുകള് എന്ന് പറഞ്ഞാൽ വിരഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ യേശുദാസ് പാടിയിട്ടുള്ള ഇങ്ങനെയുള്ള പാട്ടുകളാണ് മിക്കപ്പോഴും റിക്വസ്റ്റ് വരുന്നത്. വളരെയധികം നന്ദി സ്വരലയ. പാട്ടുകൾ ഇനിയും പാടേണ്ടി വരും, പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ആ പാട്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, സോമശേഖരിലേക്ക് ഒരിക്കൽ കൂടി. സോമശേഖരൻ, പല സംസ്കാരങ്ങളുമായി ഇടപഴകാൻ അവസരം ലഭിക്കുന്നവരാണ് പ്രവാസികൾ. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ഇടപഴകാൻ അവസരം ലഭിക്കുന്നവർ. ഒരുപക്ഷെ അവിടെയുള്ള സംഗീതത്തിന് അത്തരം രാജ്യങ്ങളിലെ സംഗീതാഭിരുചികളുമായി സ്വാംശീകരിക്കാൻ വളരെ പെട്ടെന്ന് അവസരം ലഭിക്കുകയും ചെയ്യും. ഇന്ന് അവിടെ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ഇല്ല, അങ്ങനെ ഒരു എന്താ പറയാ, ഇന്റർനാഷണൽ ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് കരുതിയിട്ട് മറ്റുള്ള സംസ്കാരങ്ങളും അതിന്റെ സംഗീതത്തിലേക്കൊന്നും കൂടുതൽ ഇൻവോൾവ് ആവാനോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിവിടെ അറബിക് സോങ്ങുകളുടെ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട് കേൾക്കാനും. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും കേൾക്കാൻ പറ്റില്ല, ഒരുപാട് കളക്ഷൻസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി മലയാളീസ്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ അറബിക് സോങ്ങിന്റെ പുറകെ നടക്കുക. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിൽ ഒരു പാട്ട് പഠിച്ചു അല്ലെങ്കിൽ ഒരു ലൈവിൽ അത് അവതരിപ്പിച്ചു, ഞാനും ഒരു അറബി ഗാനം പാടി എന്ന് വരുത്താൻ വേണ്ടി മാത്രമല്ലാതെ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു രീതിയിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.